ബി.ജെ.പി നല്ല 15 തൊട്ട് 20 സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലും കൂടാൻ സാധ്യതയുണ്ട്. ശബരിമല വലിയ രീതിയിൽ ഇപ്രാവശ്യവും ബാധിക്കും. കാരണം അതിപ്പോഴും കത്തി നിൽക്കുന്ന വിഷയമാണ്. അതിനകത്തൊരു പരിഹാരവും പോംവഴിയും ഒന്നും ഉണ്ടായിട്ടില്ല. യോജിച്ചുകൊണ്ടാണെങ്കിലും എതിരാളിയെ തോൽപ്പിക്കണം എന്ന്. അപ്പോൾ അതിലൊരു ചെറിയ ആശങ്ക എനിക്കുണ്ട്. രണ്ടുപേരും കൂടെ യോജിക്കുമോ എന്നെ തോൽപ്പിക്കാൻ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. ഞാൻ തോറ്റാലും കുഴപ്പമില്ല, മറ്റുള്ളവർ ജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതി അവലംബിക്കുന്നത് നിർഭാഗ്യകരമാണ്. ജനങ്ങളെ പറ്റിക്കുന്ന ഇതിന് തുല്യമാണ്. എൻ്റെ വാക്കുകൾ തന്നെ വെട്ടിമാറ്റി വേറെ രീതിയിൽ കൂട്ടിച്ചേർത്ത് ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടി മാധ്യമത്തെ മാത്രമേ ഉള്ളൂ. നല്ല കടുത്ത മത്സരമായിരിക്കും എന്നെനിക്കറിയാം. ശക്തരായിട്ടുള്ള എതിരാളികളാണ് ഉള്ളത് എന്നും അറിയാം. വളരെയധികം രാഷ്ട്രീയമായിട്ടുള്ള പരിജ്ഞാനമുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് രാഷ്ട്രീയ ജ്ഞാനം കുറവായിരിക്കാം, പക്ഷേ എനിക്ക് അല്ലാത്ത അറിവുകൾ ഒരുപാടുണ്ട്. ഞാൻ 33.5 വർഷം പൊതുജനങ്ങളെ പോലീസിലിരുന്നു കൊണ്ട് സേവനം ചെയ്തതിൻ്റെ ഒരു അറിവ്, നിയമത്തിൻ്റെ, ന്യായത്തിൻ്റെ, നീതിയുടെ അവബോധം, പിന്നെ ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു കരുത്തായിട്ട് അവരുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു എൻ്റെ ആത്മവിശ്വാസം, അങ്ങനെ സേവനം ചെയ്യാനുള്ള ആത്മാർത്ഥത, ഇതൊക്കെ എനിക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വട്ടിയൂർക്കാവെന്ന് പറയുന്ന സ്ഥലം എനിക്ക് പുത്തരിയല്ല. എൻ്റെ വളരെ അടുത്ത, ഞാൻ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്ത സ്ഥലമാണ്. അവിടെ എനിക്ക് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഞാൻ അറിയുന്ന ആൾക്കാരും ഉണ്ട്. നിരന്തരം കുട്ടിക്കാലം മുതൽ കറങ്ങി നടന്നിരുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ എന്നെ പിന്തുണയ്ക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അത് കൗൺസിലറിൻ്റെ ഓഫീസാണ്. അത് ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, നമ്മുടെ ഹെൽത്ത് കോർപ്പറേഷൻ ഓഫീസിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൗൺസിലറിൻ്റെയും ഓഫീസായിട്ട് നഗരസഭ കെട്ടിയ, നഗരസഭയുടെ സ്ഥലത്തിരിക്കുന്ന കെട്ടിടമാണ്. അതിനകത്ത് തുടരാൻ അല്ലെങ്കിൽ അങ്ങനെ MLAക്ക് ഓക്കുപ്പൈ ചെയ്യാൻ യാതൊരു അവകാശവും അധികാരവും ഇല്ല. MLA ആയിക്കഴിഞ്ഞാൽ ഒരു ക്വാർട്ടേഴ്സ് കിട്ടും. അതുപോലെ എൻ്റെ വീട് ഇവിടെ ഉണ്ടാവും. പിന്നെ കൂടാതെ 20,000 രൂപയോളം മാസം എനിക്ക് ഒരു വാടക വീടെടുക്കാനുള്ള ഒരു അനുവാദം ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ മാറി വേറെ സ്ഥലത്തായിരിക്കും പ്രവർത്തിക്കുക. ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായിട്ട് മത്സരിച്ച് എനിക്ക് കിട്ടിയ ഒരു വൻ പിന്തുണയുണ്ട്. ജനങ്ങളുടെ വൻപിച്ച ഭൂരിപക്ഷം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമ്പരാഗതമായിട്ട് CPMന് കിട്ടിയിരുന്ന പല വോട്ടുകളും, പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിരുന്ന പല വോട്ടുകളും എനിക്ക് വന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കൂടാതെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ നിങ്ങൾ കണ്ടതാണ്. വട്ടിയൂർക്കാവ് മേഖലയിലാകെ വൻപിച്ച പിന്തുണയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അപ്പോൾ അതെല്ലാം എനിക്ക് സഹായകരമാവും. വളരെ നല്ല രീതി ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞാനൊരു സഹൃദയം കൂടെയാണ്. ഞാനൊരു എഴുത്തുകാരിയാണ്. ഒരു 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു വ്ളോഗറാണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്, സാധാരണ ഒരു ഉദ്യോഗസ്ഥ മാത്രമായിരുന്നില്ലല്ലോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിഗണന പാർട്ടി തീർച്ചയായിട്ടും എനിക്ക് നൽകിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ ഒരുപാട് വികസനം സത്യം ചെയ്ത ശേഷം വന്നിട്ടുള്ള ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത്. അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് കുറേ വാഗ്ദാനങ്ങൾ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നു കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടിയുടെ രൂപ, അതായത് 1500 കോടി 1600 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരു കണക്ക് ബോധിപ്പിച്ചാൽ മാത്രം പോരല്ലോ. അത് എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിൽ ചിലവാക്കി എന്നുള്ളത് ജനങ്ങൾ അറിയണ്ടേ. അപ്പോൾ അത് സ്പഷ്ടമല്ലാത്ത ഒരു രീതി ആണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന് പലരും പറയുന്നുണ്ട്. ഒരു നിലവിലുള്ള നല്ല സമ്പ്രദായം പൊളിച്ചു കളഞ്ഞുകൊണ്ട് പുതിയത് കെട്ടുമെന്ന് പറഞ്ഞ് അത് കുറച്ചും കൂടെ ജനദ്രോഹപരമായിട്ട് ഉള്ള ഒരു കാര്യമാകുമ്പോൾ പൊതുവേ ജനങ്ങൾക്കൊരു അസംതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ സർക്കാർ തന്നെ, കേരള സർക്കാർ തന്നെ ഇത്രയും 15,000 കോടി രൂപ അല്ലെങ്കിൽ 20,000 കോടി രൂപ ഇന്ന കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു, ഇന്ന കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായിട്ട് കൊടുത്തിട്ടുള്ള പണമാണ്. പക്ഷേ അതിൻ്റെ എത്രയാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്, നമുക്ക് തൊടാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അതാണ് പ്രധാനം. ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ജനത്തിന്, വട്ടിയൂർക്കാവിലെന്നല്ല കേരളത്തിലെ പൊതുവേ ജനത്തിന് വളരെ വലിയ അസംതൃപ്തിയുണ്ട്. നമുക്കത് കാണാം, കാത്തിരുന്ന് കാണാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയുമ്പോൾ ഈ ഒരു ഇമേജ് ബിൽഡിങ്ങിനും ബ്രാൻഡിങ്ങിനും എന്തുമാത്രം വാല്യൂ ആണ് പൊതുജനം അല്ലെങ്കിൽ യുവത കൊടുക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസ്സിലെ വട്ടിയൂർക്കാവിൽ ശ്രീ കെ മുരളീധരൻ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും അദ്ദേഹത്തെ എൻ്റെ ഒരു പടി മുന്നിലായിട്ട് കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ശ്രീ വി കെ പ്രശാന്തിനും അവിടെ നല്ല ഹോൾഡുള്ള സ്ഥലമായതുകൊണ്ട് അവർ രണ്ടുപേരും ഉഷാറായിട്ട് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഇതുവരെ കാര്യക്ഷമമായിട്ടൊന്നും നടന്നിട്ടില്ല. പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും മത്സരം ഉണ്ടാകാം. പക്ഷേ ശ്രീ കെ മുരളീധരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചു, യോജിച്ചുകൊണ്ടാണെങ്കിലും എതിരാളിയെ തോൽപ്പിക്കണം എന്ന്. അപ്പോൾ അതിലൊരു ചെറിയ ആശങ്ക എനിക്കുണ്ട്. രണ്ടുപേരും കൂടെ യോജിക്കുമോ എന്നെ തോൽപ്പിക്കാൻ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടതുകൊണ്ടാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അതായത് ഭാരതീയ ജനതാ പാർട്ടി യാതൊരു കാരണവശാലും കേരളത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഒരു ഉറപ്പ്, ഞാൻ തോറ്റാലും കുഴപ്പമില്ല, മറ്റുള്ളവർ ജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതി അവലംബിക്കുന്നത് നിർഭാഗ്യകരമാണ്. ജനങ്ങളെ പറ്റിക്കുന്ന ഇതിന് തുല്യമാണ്. നമ്മൾ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് നിന്നിട്ട് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി മറിച്ച് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങളെ പറ്റിക്കലല്ലേ. അപ്പോൾ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് രണ്ട് എതിരാളികളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് പോലും അറിയില്ല. പ്രബുദ്ധരാണ് ജനം. കേരളത്തിലെ ജനം, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിലുള്ള ജനത എന്ന് പറയുന്നത് വളരെയധികം പ്രബുദ്ധതയുള്ള ജനമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പുറകിലിരുന്ന് എന്തൊക്കെ തീരുമാനമെടുത്താലും അവർക്ക് ആരെയാണോ ആവശ്യം, ജനങ്ങൾക്ക് കുറച്ചും കൂടെ വിശ്വാസമുള്ള പാർട്ടി ഏതാണോ, കാൻഡിഡേറ്റ് ഏതാണോ അവരെ അവർ തിരഞ്ഞെടുക്കുക. വികസനം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാടിലുള്ള വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന, അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന വികസനമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം കാര്യക്ഷമമായിട്ട് കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ അനന്ത സാധ്യതകളുണ്ട് ജോലിക്ക്. ആർക്കും പുറത്തൊന്നും പോയി ജോലി തേടേണ്ട ആവശ്യമില്ല. ഇവിടെ വിഴിഞ്ഞം പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെയുള്ള എയർപോർട്ട്, വളരെയധികം നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ വ്യവസായങ്ങളുടെ ഒരു കുതിപ്പ് കാണാൻ സാധിക്കും. എക്സ്പോർട്ടിൻ്റെ ഒരു നല്ല പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു യോജനയുണ്ട്, നമ്മുടെ സങ്കല്പ് വികാസ് യോജന എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ യുവാക്കളുടെ സിദ്ധികൾ വികസിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സ്കില്ലിംഗ് കൊടുക്കാനുള്ള ഒരു യോജനയുണ്ട്. അത് ഓൾറെഡി ചില സ്ഥലങ്ങളിൽ വളരെ ചെറുതായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് സൗജന്യമായിട്ട് പിന്നോക്ക സമുദായക്കാർക്ക് സൗജന്യ വിദ്യാഭ്യാസം സ്കില്ലിങ്ങിൽ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത് വെച്ചിട്ട് തന്നെ അവർക്ക് ജോലി വാങ്ങി പല സ്ഥലങ്ങളിൽ, വിഴിഞ്ഞം പോർട്ടിലാണെങ്കിലും ഹൈവേയുടെ സ്ഥലങ്ങളിലാണെങ്കിലും റെയിൽവേയുടെ ആണെങ്കിലും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ചില സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനും സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചില വികസിത കേന്ദ്രങ്ങൾ, സ്ത്രീകളുടെ സ്കില്ലിംഗ് പരിപാടികൾ, പിന്നെ അതുപോലെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള കുറേ പദ്ധതികളുണ്ട്. അതെല്ലാം കൂടെ കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്താനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് മാധ്യമങ്ങളാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. ജനങ്ങളും എന്നോട് പറയാറുള്ളത് അതാണ്. ഭയങ്കര മാധ്യമ വേട്ടയാണല്ലോ മാഡത്തിനെതിരെ, ഭയങ്കരമായിട്ട് മാധ്യമങ്ങൾ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നത്. മാധ്യമം എന്നാണ് പലപ്പോഴും കേൾക്കുന്നത്. ചില ചോദ്യങ്ങൾ വരുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നാറുള്ളത്. ഇപ്പോൾ ഇന്നലെ തന്നെ റോഡ് ഷോയ്ക്ക് മുമ്പായിട്ട് ചില ചോദ്യങ്ങൾ വളരെ കുത്തി അതല്ലേ ഇതല്ലേ മറ്റതല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴും എനിക്ക് ഒരു കൺസേർട്ടഡ് എഫേർട്ട് ബൈ ദ മീഡിയ ടു ടാർണിഷ് മൈ ഇമേജ് എന്ന് തോന്നിയിട്ടുണ്ട്. വ്യക്തിഗതമായിട്ട് ആരെങ്കിലും ഇതുപോലെ ടാർണിഷ് ചെയ്യാൻ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് കുഴപ്പമില്ല, സാരമില്ല. കാരണം അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. പക്ഷേ മീഡിയാസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമാണ്. കാരണം അവർക്ക് എന്തും ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെയും കാര്യങ്ങൾ പത്രക്കാരല്ലേ, അപ്പോൾ അവർക്ക് എങ്ങനെയും അത് ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. എൻ്റെ വാക്കുകൾ തന്നെ വെട്ടിമാറ്റി വേറെ രീതിയിൽ കൂട്ടിച്ചേർത്ത് ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടി മാധ്യമത്തെ മാത്രമേ ഉള്ളൂ. BJP നല്ല 15 തൊട്ട് 20 സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലും കൂടാൻ സാധ്യതയുണ്ട്. എനിക്കും നല്ല പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം വരും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇപ്രാവശ്യം NDA തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചില സീറ്റുകൾ കിട്ടി വിജയിക്കാൻ മാത്രമല്ല, പക്ഷേ ഭരണം പിടിച്ചെടുക്കാനാണ് എന്നാണ്. ആ ഒരു ആത്മവിശ്വാസം അതെല്ലാ BJP പ്രവർത്തകർക്കും NDA പ്രവർത്തകർക്കും ഉണ്ട്. ശബരിമല വലിയ രീതിയിൽ ഇപ്രാവശ്യവും ബാധിക്കും. കാരണം അതിപ്പോഴും കത്തി നിൽക്കുന്ന വിഷയമാണ്. അതിനകത്തൊരു പരിഹാരവും പോംവഴിയും ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള പാർട്ടിയിൽ തന്നെ മറ്റ് പാർട്ടികളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, അതായത്
മോറൽ ടേർപ്പിറ്റ്യൂഡ് അല്ലെങ്കിൽ ധാർമ്മികത ഇല്ലാത്ത ആളുകളെ പാർട്ടി ക്ഷമിച്ചു വിടുന്നു, സഹിച്ചു വിടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പലരെയും സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിരിക്കുന്നവരെ വേറെ കാര്യങ്ങൾ നോക്കിയാണ് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കണ്ടുപിടുത്തം. പിന്നെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ വെള്ള പൂശുന്ന ഒരു സമ്പ്രദായം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. അതായത് ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു എന്ന് പറഞ്ഞ് വൻപിച്ച അഡ്വർടൈസ്മെൻറ്റ് എല്ലായിടത്തും വെച്ച്, ഹോർഡിങ്സും വെച്ച്, അതെല്ലാം ജനങ്ങളുടെ പൈസയാണ്. അത് വെച്ചുകൊണ്ട് ഒരു മുതലെടുപ്പ് നടത്തി വിജയിക്കാനുള്ളൊരു ശ്രമം, ഇതെല്ലാം ജനങ്ങൾക്ക് അഹിതമായിട്ട് തോന്നും എന്ന് തന്നെയാണ്, അവർക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കാലാവസ്ഥ നോക്കിയിട്ടല്ലല്ലോ പ്രചാരണത്തിന് ഇറങ്ങുന്നത്. നമ്മുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്തുമാത്രം ചെയ്തു തരാൻ സാധിക്കുമെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം ഈ ഒരു സമയത്തുണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു കൺവിൻസ് ദ പീപ്പിൾ ദാറ്റ് ദിസ് ഇസ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ചൂടും മഴയും ഒന്നും കാര്യമാക്കുന്നില്ല. ഞാൻ പോലീസിൽ ഇരുന്നപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാനായിട്ടൊരു കാലതാമസം ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്നെ അടുത്ത് വന്ന് കണ്ട് പരിചയപ്പെട്ട ഞാനുമായിട്ട് സംസാരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു കൺസേർട്ടഡ് എഫേർട്ട് ഉണ്ടായിരുന്നു. ഞാൻ പോലീസിൽ അവിടെ കൊമ്പത്തിരിക്കുന്ന ആളാണ്, താഴോട്ടിറങ്ങി വരില്ല, ഞാൻ 10 പോലീസുകാരുടെ കൂടെ നടക്കുന്നതാണ്, മറ്റതാണ്, ഇതാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞത് കൊണ്ട് ഇപ്പോൾ ജനങ്ങൾക്കറിയാം. ശാസ്തമംഗലം വട്ടിയൂർക്കാവിൻ്റെ തന്നെ ഭാഗമാണ് കവടിയാറ്, അവിടെയൊക്കെ ഞാൻ കറങ്ങി നടക്കാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം. അങ്ങനെ ഒരു അകൽച്ച ഒരിക്കലും അവർക്കില്ല എൻ്റെ അടുത്ത്. ഇന്നലെ വൈകിട്ട് 5 മണി 5:30 ആയപ്പോഴേക്കും മണ്ഡലം മുഴുവൻ കറങ്ങുന്ന ഒരു റോഡ് ഷോ ആയിരുന്നു. വളരെയധികം ആൾക്കാർ കൂടിയിരുന്നു. നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഒരുപാട് സ്നേഹവും അതുപോലെ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാർട്ടി പ്രവർത്തകരും വളരെയധികം സജീവമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷയിലാണ് ഞാൻ.